വലിയ ലോകത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അനേകധികം ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ കണ്ടിട്ടുണ്ട്. ബീച്ച് വെഡിങ്, ഗാർഡൻ വെഡിങ്, മൗണ്ടൻ വെഡിങ്, അങ്ങനെ പലതും. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ വിവാഹം. 2025 ഫെബ്രുവരി 12 ബുധനാഴ്ച രാത്രി ചരിത്ര മുഹൂർത്തം കുറിച്ചുകൊണ്ട് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ അതിന്റെ ആദ്യത്തെ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. CRPF അസിസ്റ്റന്റ് കമാൻഡ് പൂനം ഗുപ്തയും CRPF അസിസ്റ്റന്റ് കമാൻഡ് അവിനാഷ് കുമാറും തമ്മിലുള്ള വിവാഹമായിരുന്നു അത്. അവരുടെ പ്രൊഫഷണൽ മികവും അർപ്പണബോധവും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ആകർഷിച്ചു. അവരുടെ സേവനത്തെ അംഗീകരിച്ച് പ്രശസ്തമായ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സ് വേദിയിൽ ചടങ്ങ് നടത്തുവാൻ രാഷ്ട്രപതി പ്രത്യേക അനുമതി നൽകി. ഇതൊരു സുപ്രധാന സംഭവമാക്കി മാറ്റി. രാഷ്ട്രപതി ഭവനിൽ ആദ്യമായാണ് ഇങ്ങനൊരു വിവാഹത്തിന് വേദിയാകുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള പൂനം ഗുപ്ത ഗണിതശാസ്ത്രത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവും കൂടാതെ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനും നേടിയിട്ടുണ്ട്. 2018 UPSC CAPF പരീക്ഷകളിലും വിജയിച്ചു. ഓൾ ഇന്ത്യ ലെവലിൽ 81ാം റാങ്ക് കരസ്ഥമാക്കി. കൂടാതെ ബീഹാർ നക്സൽ ബാധിത പ്രദേശങ്ങളിലും മറ്റും നിർണായക പോസ്റ്റിംഗും മറ്റു പലയിടത്തും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ അവർ ആദ്യമായി വനിതാ സംഘത്തെ നയിച്ചു. സായുധ സേനയിലെ സ്ത്രീകളുടെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു അത്. അവർ രാജ്യത്തെ നിരവധി യുവതികൾക്ക് പ്രചോദനമാണ്. ഉയർന്ന സുരക്ഷയോടുള്ള ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു ആ വിവാഹം. അടുത്ത കുടുംബാംഗങ്ങളും VVIPകളും മാത്രമാണ് പങ്കെടുത്തത്. പ്രശസ്ത ബ്രിട്ടീഷ് വാസ്തുശില്പിയായ സർ എഡ്വിൻ ലൂട്ടിയാൻസ് രൂപകൽപ്പന ചെയ്ത രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുവിദ്യാ ലാൻഡുകളിൽ ഒന്നാണ്. 300 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ വസതിയിൽ 4 നിലകളിലായി 340 മുറികളുണ്ട്. ഇറ്റാലിയൻ കൊളോണിയൽ കൊട്ടാരത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വസതിയാണ് നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവൻ. നമുക്ക് നവദമ്പതികൾക്ക് ആശംസകൾ നേടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.